ഹലോ എവ്രി വൺ. 10th മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 അരിത്മെറ്റിക് സീക്വൻസ്. ഇതിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ട് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് സീക്വൻസ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് വരും ക്ലാസ്സിൽ അരിത്മെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കുറെ ഫോട്ടോസ് കാണിച്ചു തരാം. എന്താണ് സീക്വൻസ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ കുറെ ഫോട്ടോസ് കാണുന്നുണ്ടല്ലോ. ആദ്യത്തെ ഫോട്ടോയിൽ എന്താ കാണുന്നത്? കുറെ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. രണ്ടാമത്തെ ഫോട്ടോയില് ഒരു പ്ലാന്റിന്റെ ഗ്രോത്ത് ആണ് കാണിച്ചേക്കുന്നത്. മൂന്നാമത്തെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല, ഒരു സ്റ്റേഡിയത്തിൽ കുറെ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാലാമത്തേല് കുറെ സ്വീറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഞ്ചാമത്തേല് ഒരു ബോക്സ് ഇങ്ങനെ സ്റ്റാക്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലെ, മീതേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ അറേഞ്ച്മെന്റ് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീക്വൻസ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടി എന്നുള്ളതാണ്. നമുക്ക് ആദ്യത്തേലേക്ക് വരാം. ഫസ്റ്റത്തേല് വരുമ്പോ ആദ്യത്തേല് 3 ചെയർ ആണ് ഉണ്ടായിരുന്നത് അല്ലെ. 4 ചെയർ. രണ്ടാമത്തേല് എത്ര ചെയർ ആയിരുന്നു? രണ്ടാമത്തേല് 4 ചെയർ. മൂന്നാമത്തേല് ഒരു 4 ചെയർ. അല്ല, ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു ഭംഗി വരുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇവിടെ തോന്നിയ പോലെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തേല് 7, പിന്നത്തേല് 8, പിന്നത്തേല് 3, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭംഗി വരില്ലായിരുന്നു. അവിടെ ഒരു അറേഞ്ച്മെന്റ്, ഒരു ഭംഗിയുണ്ട്. എന്നാൽ തൊട്ടടുത്ത ഫോട്ടോയിൽ നോക്കി, ആദ്യത്തെ അല്ലെ, ഇതിലും ഒരു അറേഞ്ച്മെന്റിൽ ഒരു ഭംഗിയുണ്ട് അല്ലെ. കാരണം ആദ്യത്തെ ചെടിയുടെ ഹൈറ്റ് ഞാൻ വെറുതെ ഗസ് ചെയ്യുന്നതാണ്, ഒരു 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. രണ്ടാമത്തതൊരു 4 സെന്റിമീറ്റർ, അടുത്തതൊരു 6, 8, 10 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ അല്ലെ. ഈ അറേഞ്ച്മെന്റിലും എന്ത് കാണാൻ പറ്റും? നമുക്കൊരു ഭംഗി കാണാൻ പറ്റും. അതുപോലെ സ്റ്റേഡിയത്തിൽ ചെയർസ് വിസിബിൾ അല്ല എങ്കിൽ പോലും നമുക്കറിയാലോ, സ്റ്റേഡിയത്തിൽ ഒരു റോയില് അല്ലെങ്കിൽ ഇങ്ങനെ ചെയർസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടേക്കുന്നതാണ്. നമുക്ക് നാലാമത്തെ ഫോട്ടോയിലേക്ക് വരാം. നാലാമത്തെ ഫോട്ടോയിൽ വരുമ്പോൾ ആദ്യത്തേൽ എത്ര സ്വീറ്റ് ഉണ്ട്? 3 സ്വീറ്റ്സ്. അടുത്തേല് 3, 5, 6. അടുത്തേലേക്ക് നോക്കുമ്പോൾ 10 സ്വീറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിലും ഒരു ഭംഗി അറേഞ്ച്മെന്റിൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ്, ഫസ്റ്റത്തേൽ 1 ബോക്സ് ആയിരുന്നു, രണ്ടാമത്തേൽ 3 ബോക്സ് ആണ്, അടുത്തേൽ 5 ബോക്സ് ആയി, 7 ബോക്സ് ആയി, 9 ബോക്സ് ആയി. ഓക്കെ, അപ്പൊ ഞാൻ ഈ നമ്മൾ ഈ കിട്ടിയ നമ്പറുകളൊക്കെ ഇങ്ങനെ കോമയിട്ട് എഴുതാന്ന് വിചാരിച്ചോ. ഓക്കെ, ഇവിടെ എല്ലാം എന്തോ ഒരു റൂള് പാലിക്കപ്പെട്ടിട്ടുണ്ട്, ശരിയല്ലേ? അല്ലെ, ഇപ്പൊ ഞാനിപ്പോ ഈ തേർഡ് വൺ, ഈ മിഠായിയുടെ കേസ്, അത് നമുക്ക് എളുപ്പമുണ്ടല്ലോ നോക്കാൻ അല്ലെ. മിഠായിയുടെ കേസിലേക്ക് നോക്കുമ്പോൾ ഓരോന്നിലും 3 കൂടി, അല്ലെ ഫസ്റ്റത്തേല് 3 കൂടി പോയപ്പോ അല്ലെ 3 ആഡ് ചെയ്തപ്പോൾ അടുത്ത നമ്പർ വന്നപ്പോ എത്ര ആഡ് ചെയ്തേ? 4 അല്ലെ. അതൊരു അറേഞ്ച്മെന്റ് ആണല്ലോ. അതുപോലെ ഇതിൽ നോക്കി, ഇതിലെല്ലാം അതിൽ 2 ആണ് കൂടി പോയേക്കുന്നത് അല്ലെ, ശരിയല്ലേ? 3ന്റെ കൂടെ 2 അല്ലേ കൂടിയേക്കുന്നത്, 5ന്റെ കൂടെ 2 ആണ്, 7ന്റെ കൂടെ 2 ആണ് കൂടി പോയത്. ഇവിടെ ഒന്നും കൂടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അതേ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 കുറഞ്ഞാണ് പോണത് അല്ലെ. അപ്പോ സംഭവം ഇത്രേ ഉള്ളൂ. മാത്തമാറ്റിക്സില് നമ്പേഴ്സ് ഇതുപോലെ പാറ്റേൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു റൂള്, എന്തെങ്കിലും ഒരു റൂള് വേണം. വെറുതെ തോന്നിയാസം വെറുതെ റാൻഡമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു റൂള് ഫോളോ ചെയ്ത് ഇതുപോലെ നമ്പറുകളെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ എഴുതുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അരിത്മെറ്റിക് സീക്വൻസ് അല്ല, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അവിടെ നോട്ട് ചെയ്യണം എന്താണ് സീക്വൻസ്. ഇത് മലയാളം ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്ത് എഴുതിയാൽ മതി, കാരണം ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിക്കേണ്ടതല്ല കേട്ടോ. അപ്പൊ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സീക്വൻസ് നമ്പറിന്റെ സീക്വൻസ് ആണ് കേട്ടോ. നമ്പർ സീക്വൻസ് എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണ് അല്ലെ. കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, കുറെ നമ്പറുകളുടെ കളക്ഷൻ ആണ്. കളക്ഷൻ ഓഫ് നമ്പേഴ്സ്. എങ്ങനെയാ നമ്പേഴ്സിനെ കളക്ഷൻ നമ്മൾ എങ്ങനെയാ നടത്തുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ ഓർഡറിൽ ഒരു പർട്ടിക്കുലർ റൂള് ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുക കേട്ടോ. അപ്പൊ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആദ്യം എഴുതുക, എന്നിട്ട് ഒരു പർട്ടിക്കുലർ റൂള് ഫോളോ ചെയ്തിട്ടുണ്ടാകും. അവിടെ ഒരു പർട്ടിക്കുലർ റൂള്, അത് റൂൾ എന്തുമാവാം, പർട്ടിക്കുലർ റൂള് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോ അത് നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്, അതിനകത്ത് ഒരു പർട്ടിക്കുലർ റൂൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അതിങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എഴുതി പോവുക. ഇതിനെയാണ് അരിത്മെറ്റിക് സീക്വൻസ് പറയുന്നത്. അപ്പൊ ചേർത്ത് വായിക്കുകയാണെങ്കിൽ എന്താ, ഒരു പർട്ടിക്കുലർ റൂൾ ഫോളോ ചെയ്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ എഴുതുന്ന കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ പഠിക്കാം സീക്വൻസിന്. അപ്പൊ നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഫസ്റ്റ്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ. എണ്ണൽ സംഖ്യകളുടെ സീക്വൻസ്. എങ്ങനെ എണ്ണൽ സംഖ്യകളുടെ സീക്വൻസ് വരിക? 1 അല്ലെ, 2, 3, 4. ഇത്
നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതി കൂടെ. എങ്ങനെയാ സീക്വൻസ് ഓഫ് ഓഡ് നമ്പർ വരിക? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7. ഇതാണ് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ്. അതുപോലെ നമുക്ക് എന്തിന്റെ പറയാം, ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് പറയാം. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. അപ്പോ എന്താണ് സീക്വൻസ് എന്നും അതുപോലെ എക്സാമ്പിളും നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ടാവണം. 2, 4, 6, 8 ഇങ്ങനെ പോകുന്നതാണ് എന്ത്, നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, ഈവൻ നമ്പറിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു വെറൈറ്റി സീക്വൻസ് ഒരെണ്ണം പറയാം കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല. 2, 2, 8, 16, 32. ഇതും ഒരു സീക്വൻസാണ്. ഓക്കെ, എന്താ ഈ സീക്വൻസിന്റെ പ്രത്യേകത? പെട്ടെന്ന് കാണുമ്പോൾ ഇത് എന്ത് സീക്വൻസ് ആണ് നമുക്ക് തോന്നിപ്പോ അല്ലെ. ഇവിടെ നോക്കുമ്പോൾ 6 കൂടുന്നത്, പിന്നെ ഇവിടെ നോക്കുമ്പോൾ 8 കൂടി, പിന്നെ ഇവിടെ നോക്കുമ്പോൾ 16 കൂടി. ഇത് സീക്വൻസ് ആണോ സംശയം വരും അല്ലെ. ബട്ട് ഇറ്റ് ഈസ് എ സീക്വൻസ്. ഇത് എന്തിന്റെ സീക്വൻസ് ആണെന്ന് അറിയോ? 2ന്റെ പവറിന്റെ സീക്വൻസ് ആണ്. ഒരു റൂള് ഫോളോ ചെയ്താൽ മതി. 2ന്റെ പവർ ശരിക്കും എഴുതുമ്പോൾ അങ്ങനെയല്ലേ, പവർ ഓഫ് 2. പവർ ഓഫ് 2വിന്റെ സീക്വൻസ് ആണ്. നോക്കി, 2 raised to 1, 2, 2 raised to ഒരു നമ്പർ വിട്ടുപോയി കേട്ടോ, 4 വിട്ടുപോയി. 2 raised to 2. Okay, 2 raised to 2, 4, 2 raised to 3, 8, 2 raised to 4, 16, അല്ലെ, 2 raised to 5, 32. ഇത് 2ന്റെ പവറിന്റെ സീക്വൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ നമ്പറുകളെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? സീക്വൻസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പൊ സീക്വൻസ് എന്താണെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ചാപ്റ്റർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് എന്താണ് സീക്വൻസ് എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 1-2 കാര്യങ്ങൾ ആവശ്യമുണ്ട് ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. നമ്മുടെ ടെക്സ്റ്റിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ പൈത്തഗോറസ് തിയറം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഈ ആക്ടിവിറ്റി നമുക്ക് സിമ്പിൾ ആയിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. നോക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളുകളുടെ എല്ലാം ഹൈപ്പോട്ടിനസുകളുടെ ലെങ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഹൈപ്പോട്ടിനസ്, എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഈ ബേസിക്സ് ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ആദ്യം അതൊന്ന് പറയാം. ഒരു ടൂൾ ആയിട്ട് നമുക്ക് അതൊന്ന് നോട്ട് ചെയ്യാം. ഇതാണൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രത്യേകത? ആ പേര് തന്നെ ഉണ്ട് അതിന്റെ പ്രത്യേകത. റൈറ്റ് ആംഗിൾഡ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്കാണ് നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പൊ ഒരു ആംഗിൾ 90 ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. ഇനി ഇവിടെ പഠിക്കേണ്ട ഒരു റൂൾ എന്താന്ന് വെച്ചാൽ, ഇതിൽ ഏറ്റവും ലെങ്ത് കൂടിയ സൈഡ് ആണെന്നറിയോ? ഈ 90ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് ആയിരിക്കും ഏറ്റവും ലെങ്ത് കൂടിയ സൈഡ്. ഞാനിപ്പോ അതിനെ സി എന്ന് വിളിച്ചു എന്ന് വിചാരിച്ചോ. ബാക്കിയുള്ള 2 സൈഡിനെ എ എന്നും ബി എന്ന് വിളിച്ചു എന്ന് വിചാരിച്ചോ. ഇവര് 3 പേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് പൈത്തഗോറസ് റിലേഷൻ എന്ന് പറയുന്നത്. എന്താണെന്നറിയോ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. പഠിക്കാൻ എളുപ്പമല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഇവിടുത്തെ കണപ്പുറം പഠിക്കരുത്. ഏറ്റവും നീളം കൂടിയ സൈഡ് അങ്ങനെ തന്നെ പഠിക്കണം. ഏറ്റവും നീളം കൂടിയ സൈഡിന്റെ സ്ക്വയർ കാണാൻ നീളം കുറഞ്ഞ സൈഡിന്റെ സ്ക്വയറുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അത് വിട്ടുപോരുത് കേട്ടോ. ഇനി ഒരു കാര്യം കൊണ്ടുണ്ടേ, എന്നാൽ എപ്പോഴും നമുക്ക് നീളം കൂടിയ സൈഡ് ആയിരിക്കില്ല ചോദിക്കുക. ചിലപ്പോൾ നമുക്ക് ചോദിക്കുക നീളം കുറഞ്ഞ ഏതെങ്കിലും സൈഡ് ആയിരിക്കും. അപ്പോ എ സ്ക്വയറോ ബി സ്ക്വയറോ ആയിരിക്കും കാണേണ്ട വരിക. ഓക്കെ, എ സ്ക്വയർ കാണുക, എന്നിട്ട് എ കാണാൻ റൂട്ട് എടുത്താൽ മതി കേട്ടോ. ഇവിടെ എങ്ങനെ തന്നെ കേട്ടോ, സി സ്ക്വയർ നമുക്ക് കിട്ടും, സി കാണാൻ റൂട്ട് ഇട്ടാൽ മതി. അപ്പൊ എ സ്ക്വയറോ ബി സ്ക്വയറോ ആണ് നമ്മളോട് കാണാനായിട്ട് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സബ്ട്രാക്ട് ചെയ്യണം. അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ചെറിയ സൈഡുകളാണ് നമ്മളോട് കാണാൻ പറയുന്നതെങ്കിൽ ഏറ്റവും വലുത് സി സ്ക്വയറിൽ നിന്ന് ആരെ കുറയ്ക്കണം? എ സ്ക്വയർ ആണെങ്കിൽ ബി സ്ക്വയറിനെ കുറയ്ക്കണം. ഓക്കെ, ഒന്നുമില്ല, ഇതിന് ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തിട്ടൊന്നുള്ളൂ. എ സ്ക്വയർ കാണാൻ പറയുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ എന്താ ചെയ്യുക? ഈ പ്ലസ് ബി സ്ക്വയറിന് അങ്ങോട്ട് ഇടും. പ്ലസ് അങ്ങോട്ട് ഇടുമ്പോൾ മൈനസ് ആവുമല്ലോ. അപ്പൊ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ബി സ്ക്വയർ ആണ് കാണാൻ പറയുന്നെങ്കിലോ ഈ പ്ലസ് എ സ്ക്വയറിന് അങ്ങോട്ട് ഇടും. അപ്പൊ എന്ത് വരും? സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, അപ്പൊ സൈഡ് കാണാൻ നേരം ശ്രദ്ധിക്കണം. എപ്പോഴും വലുതിന്റെ സ്ക്വയറിൽ നിന്നാണ് ചെറുതിന്റെ സ്ക്വയർ കുറയ്ക്കുക. അത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം എന്താ? നിങ്ങൾ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പോയാൽ സൈഡിന്റെ വാല്യൂ മൈനസ് വരും. അപ്പൊ അങ്ങനെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ വലുതിൽ നിന്ന് ചെറുതേ കുറയ്ക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്നും മൈൻഡിൽ ഇരുന്നാൽ മതി. ചെറിയ സൈഡ് കാണാൻ പറയുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. വലിയ സൈഡ് കാണാൻ പറയുമ്പോൾ നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്. ഇതാണ് പൈത്തഗോറസ് റിലേഷൻ. നമുക്ക് ഈ റിലേഷൻ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് താഴത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനസ് ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് എവിടെ ശ്രദ്ധിച്ചോട്ടോ. ഇതാണ് ട്രയാങ്കിൾ. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ അവർ തന്നിട്ടുള്ളത് ഈ സൈഡ് 1 എന്നാണ് അല്ലെ. ഈ സൈഡ് 1 ആണ്, ഈ സൈഡും 1 ആണ്. നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ഈ സൈഡിന്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ?
1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലെ. അപ്പൊ ഈ സൈഡിന്റെ സ്ക്വയർ. ഓക്കെ, ഞാനിപ്പോ സി സ്ക്വയർ എന്ന് എഴുതുവാണെങ്കിൽ സി സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പൊ എന്ത് വരും? 2 എന്ന് വരും അല്ലെ. അപ്പോ എനിക്ക് കിട്ടിയിരുന്ന സി സ്ക്വയർ ആണല്ലോ. അപ്പൊ സി കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു റൂട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ റൂട്ട് 2. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ എച്ച് എന്ന് എഴുതാട്ടോ. അപ്പൊ ഹൈപ്പോട്ടിനസിന്റെ എച്ച് ആണെന്ന് പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് സി കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് വേണമെങ്കിൽ എച്ച് എന്ന ലെറ്റർ സിക്ക് വരാൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. എച്ച് എന്നുള്ള ലെറ്റർ വേണമെങ്കിൽ ഉപയോഗിച്ച് പഠിച്ചാലും നല്ലതാണ്. അപ്പൊ സി ഈക്വൽ ടു റൂട്ട് 2 ആണ്. അപ്പൊ എനിക്ക് ഈ സൈഡ് എന്ത് കിട്ടി? റൂട്ട് 2. അപ്പൊ ഞാൻ ഇത് മൊത്തം മാച്ച് കളയാണ് കേട്ടോ. അപ്പൊ ഈ സൈഡ് എനിക്ക് കിട്ടി റൂട്ട് 2 ആണെന്ന് കിട്ടി. പഠിച്ചു വെക്കണം കേട്ടോ. ഒരു ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡ് 1 ആണെങ്കിൽ ഹൈപ്പോട്ടിനസ് എന്തായിരിക്കും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ചെയ്താൽ സ്ക്വയർ ആണ് കിട്ടുക. സ്ക്വയർ കളയാൻ വേണ്ടി നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി? ഒരു റൂട്ട് കൊടുത്താൽ മതി. അപ്പൊ റൂട്ട് 2 എന്ന് കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യനിൽ അടുത്തത് ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഇനി എന്താ പറയണേ? ഇതേപോലെ ഈ റൈറ്റ് ട്രയാങ്കിൾ മുന്നോട്ട് വരച്ചേക്കാണ് അല്ലെ. വീണ്ടും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചേക്കാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ആദ്യം ഹൈപ്പോട്ടിനസ് ആണെന്ന് പറഞ്ഞ കക്ഷി ഇപ്പൊ എന്തായി? ഇപ്പൊ ഒരു ഷോർട്ടർ സൈഡായി മാറി. കാരണം ഇതല്ലേ ഹൈപ്പോട്ടിനസ് ഇപ്പൊ. ഓക്കെ, സ്റ്റിൽ ഇത് 1 തന്നെയാട്ടോ. ഇത് 1 തന്നെയാണ്. ഓക്കെ, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ എച്ച് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. എച്ച് ആണ് കുറച്ചുകൂടി സിനേക്കാളും കുറച്ചുകൂടി കൺവീനിയൻ. അപ്പൊ എച്ച് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ അല്ലെ. ഇതാണല്ലോ ഒരു സൈഡ്, ഇതാണല്ലോ 2 സ്ക്വയർ ആണല്ലോ. നമ്മൾ ഈ ട്രയാങ്കിൾ ആണ് എടുക്കുന്നത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സൈഡ് റൂട്ട് 2, താഴത്തെ സൈഡ് 1 സ്ക്വയർ അല്ലെ. അപ്പോ 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വന്നു? റൂട്ടിന്റെ സ്ക്വയർ എടുത്ത് അത് 2 തന്നെയാണ് കേട്ടോ. റൂട്ടും സ്ക്വയറും കട്ടായി പോകും. ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ആണ്. റൂട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് സ്ക്വയർ. അതുകൊണ്ട് കട്ടായി പോകും. അപ്പൊ എന്ത് വന്നു? അല്ലെങ്കിൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് എന്താ? 2 അല്ലേ. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആണ്. അപ്പൊ 2 പ്ലസ് 1 എന്ന് വരും. അപ്പോ 3 എന്ന് വരും. അപ്പൊ എച്ചിന്റെ വാല്യൂ എന്ത് വരും? എച്ച് സ്ക്വയർ അല്ലേ 3, എച്ച് റൂട്ട് 3 എന്ന് വരും. ഓക്കെ, ഞാനിത് റബ്ബ് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത് റൂട്ട് 3 ആണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ പോക്ക് എങ്ങോട്ടാണ് അല്ലെ. ആദ്യത്തതിന്റെ ഹൈപ്പോട്ടിനസ് റൂട്ട് 2, രണ്ടാമത്തെ ഹൈപ്പോട്ടിനസ് റൂട്ട് 3. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തേതിന്റെ ഹൈപ്പോട്ടിനസ് എന്തായിരിക്കും വരിക? റൂട്ട് 4 ആയിരിക്കും വരിക. ഇതൊരു സീക്വൻസ് അല്ലേ. റൂട്ട് 3, റൂട്ട് 4, റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 4. അപ്പൊ അത് സീക്വൻസ് ആയിട്ട് നമ്മൾ എഴുതുവാണ്. ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ആക്ടിവിറ്റി. റൂട്ട് 2, റൂട്ട് 3, റൂട്ട് ഓഫ് 4. ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യനില് റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് വിത്ത് 1. 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം 1 അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. 1ൽ അവസാനിക്കുന്നല്ലേ 1. അപ്പൊ 1ൽ അവസാനിക്കുന്ന ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ആണ് 1. സെക്കൻഡ് നാച്ചുറൽ നമ്പർ 2 ആണ്. പക്ഷെ 2 വരില്ല, കാരണം 1ൽ അവസാനിക്കണമല്ലോ. 3 വരില്ല, 4 വരില്ല, 5 വരില്ല, 6 വരില്ല, 7 വരില്ല, 8 വരില്ല, 9 വരില്ല, 10 വരില്ല. അടുത്ത് വരുന്ന ഏതായിരിക്കും? 11 വരും. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെയാ സീക്വൻസ്? 1, 11. അടുത്ത നമ്പർ ഏതായിരിക്കും? 21, 31. ഇതാണ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1ന്റെ സീക്വൻസ്. നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1. എൻഡിങ് ഇൻ 1. ഓക്കെ, ഇത് ഐഡിയ ഉണ്ടാവണം കേട്ടോ. ഇനി ഇതുപോലെ അടുത്തത് പറഞ്ഞോണ്ട് ചോദിച്ചിട്ടുണ്ട് സീക്വൻസ് ഓഫ് ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പർ അല്ലെ. സീക്വൻസ് ഓഫ് ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പറിന്റെ പകുതിയുടെ സീക്വൻസ്. അപ്പൊ നാച്ചുറൽ നമ്പർ ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞു പോകും. അതിന്റെ ഹാഫ് എടുക്കാൻ പറഞ്ഞാൽ എത്രയാ? 1/2, 2/2, 3/2, 4/2, 5/2. ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കെന്നാ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണം. എക്സാമിനൊക്കെ ഒത്തിരി തവണ കണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിലെ മെത്തേഡ് പഠിച്ചു വെക്കണം കേട്ടോ. മെത്തേഡ് പഠിച്ചു വെച്ചാൽ ഇത് സിമ്പിൾ ആണ്. ഇതിൽ ഏത് ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ പക്ഷെ ഒരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട്. ഇതാണ് അവർ പറയുന്ന കണ്ടീഷൻ. വായിച്ചു നോക്കി. വിച്ച് ലീവ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ തരുന്ന നാച്ചുറൽ നമ്പർ വേണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 1 റിമൈൻഡർ കിട്ടണം. അപ്പൊ നമുക്കറിയാവുന്ന നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്തേ. 1, 2, 3, 4. അതവിടെ മാറ്റി എഴുതിയാലും മതി. ഇവിടെ എഴുതണമെന്നില്ല. 1, 2, 3, 4, 5, 6 അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 1നെ ഒന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പോഴാണ് നമ്മൾ ഡെസിമൽ ഇട്ട് കൊടുക്കാം അല്ലെ. പക്ക 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ റിമൈൻഡർ ആര് തന്നെയാണ്?
ഇവിടെ റിമൈൻഡർ 1 തന്നെയാണെന്നൊരു ബോധം ഉണ്ടാവണം. 1 കൊണ്ട് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ 1നെ 3നെ, അല്ലെ? അപ്പൊ പിന്നെ ഡെസിമൽ ആവും, അല്ലെ? അതുകൊണ്ട് ഇവിടെ റിമൈൻഡർ ആര് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പറ്റാണ്ട് കിടന്നാൽ അതാണ് റിമൈൻഡർ, അല്ലെ? ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് പ്രോപ്പർ ആയിട്ട് കേട്ടാ, പ്രോപ്പറായി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ് റിമൈൻഡർ. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു ആപ്പിൾ എടുത്ത് 3 പേർക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, വേണേൽ കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെ? അതാണ് ഡെസിമൽ. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. 3 ആപ്പിൾ ആണെങ്കിൽ 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് വെച്ചിട്ട്. പക്ഷെ ഒരാപ്പിൾ 3 പേർക്ക് അത് കട്ട് ചെയ്യാണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ ഡെസിമൽ വരില്ല, ഇവിടെ റിമൈൻഡർ വരുന്ന ഏതാണ്? 1 ആയിരിക്കും വരിക. ഇനി അടുത്ത നമ്പർ കാണാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ നോക്കുമ്പോൾ 2നെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ്, അല്ലെ? 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ്. പക്ഷെ അത് ഇൻക്ലൂഡ് അല്ല, ഒരു ക്വസ്റ്റിനിൽ ആരെ വേണമെന്ന് പറഞ്ഞേക്കണേ? റിമൈൻഡർ 1 തന്നെ വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെ? അടുത്ത നമ്പർ ഡിവൈഡ് ചെയ്യും, 3നെ ഡിവൈഡ് ചെയ്യും 3 വെച്ചിട്ട്. അപ്പൊ റിമൈൻഡർ എന്ത് കിട്ടും? 1 into 3 3, 0 വരും. അതും നമുക്ക് പറ്റൂല, അല്ലെ? അപ്പൊ 2 നമുക്ക് പറ്റൂല, 0 നമുക്ക് പറ്റൂല. ഇനി അടുത്ത നമ്പർ നമ്മൾ എടുക്കും, ഏതെടുക്കും? 4 എടുക്കും. 4നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യും. 4നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3, അല്ലെ? 1 into 3 3, 1 വന്നു, അല്ലെ? അപ്പൊ ഇത് നമുക്ക് പറ്റും. അപ്പൊ ഏതൊക്കെയായിരിക്കും നമ്പർ? ഫസ്റ്റ് നമ്പർ 1, സെക്കൻഡ് നമ്പർ 4, തേർഡ് നമ്പർ ഏതായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് നോക്കി. തേർഡ് നമ്പർ ഏതായിരിക്കും? തേർഡ് നമ്പർ 7 ആയിരിക്കും. ഫോർത്ത് നമ്പർ 10 ആയിരിക്കും. ഇങ്ങനെയായിരിക്കും അത് പോവുക. കാരണം എന്തറിയോ, നമ്മൾ ഫസ്റ്റ് നമ്പർ മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ കിട്ടാൻ എന്ത് ചെയ്യണം എന്നറിയോ? അവര് നമ്മളോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ നമ്പർ ആഡ് ചെയ്ത് പോയാൽ മതി. അവര് നമ്മളോട് എത്ര വെച്ചാൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞേക്കണേ? +3, അല്ലെ? അപ്പോ കണ്ടോ, +3 +3 +3. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമ്പർ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. ഡിവൈഡ് ആൻഡ് ഫൈൻഡ്. ഇനി ബാക്കിയുള്ള നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നെക്സ്റ്റ് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആഡ്, അല്ലെ? ആഡ് ദ നമ്പർ വി ഡിവൈഡ്. നമ്മൾ ഡിവൈഡ് ചെയ്ത നമ്പർ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് പോയാൽ മതി. ഇത് മലയാളത്തിൽ എഴുതിക്കോട്ടോ, ഇംഗ്ലീഷിൽ എഴുതുന്ന യാതൊരു നിർബന്ധ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഷ ഏതാണോ, നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ മനസ്സിലാവണോ അതുപോലെ എഴുതി വെക്കാം. അപ്പൊ നെക്സ്റ്റ് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ദ നമ്പർ വി ഡിവൈഡ്. നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന നമ്പറുകൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാനല്ലേ അവർ പറഞ്ഞേക്കണേ? 3 അങ്ങ് ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് നമ്പറാണ് നമ്മളോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത് എന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിച്ച ശേഷം ബാക്കിയുള്ള നമ്പേഴ്സ് കിട്ടാൻ ആ നമ്പറിനെ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അത്രയും പണി കുറവ്. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ നാച്ചുറൽ നമ്പറും എടുത്ത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, റിമൈൻഡർ ആരോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, റിമൈൻഡർ ആരോ നോക്കേണ്ടി വരും. ഓക്കെ, വെറുതെ ടൈം കൺസ്യൂമിംഗ് ആണ്, ആ പണിക്ക് നിൽക്കരുത്. ഓക്കെ, നമുക്കിനി അടുത്ത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അതാണ് ഏറ്റവും നല്ലതും. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യുന്ന വെച്ച് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി, നാച്ചുറൽ നമ്പർ ലീവ് 2 ഓൺ ഡിവിഷൻ ബൈ 3 എന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെ? നമ്മളിപ്പോ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുവാണ്. 3 വെച്ച് ഡിവൈഡ് ചെയ്യാനല്ലേ പറയണേ, അല്ലെ? 1നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ. ഫസ്റ്റ് നമ്പർ ആരാ? 2 ആയിരിക്കും, അല്ലെ? 2നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് റിമൈൻഡർ ആണ്. ഈ 2 പലരും മറക്കുന്ന കേട്ടോ, പലരും ഈ 2 എഴുതാൻ മറക്കുന്നതാണ്, ശ്രദ്ധിച്ചോളണം. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ 2 ആണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അടുത്ത നമ്പർ ഏതാന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണ്ട. 3നെയും 4നെയും ഡിവൈഡ് ചെയ്ത് നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏത് നമ്പർ ആണോ നമ്മളോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ അത് ആഡ് ചെയ്ത് പോയത്. അപ്പൊ 2 കഴിഞ്ഞാൽ +3 ആഡ് ചെയ്ത് എന്ത് കിട്ടും? 5. വീണ്ടും ഒരു +3 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8. വീണ്ടും ഒരു +3 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 11. ഇങ്ങനെയായിരിക്കും പോവാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. ഇനി നമുക്ക് ബി ക്വസ്റ്റിനിലേക്ക് വരാം. ബി ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1നെ ഏത് നമ്പർ കൊണ്ട്, അല്ലെ? 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ റിമൈൻഡർ ആര് തന്നെയായിരിക്കും? 1 തന്നെ ആയിരിക്കും. അതുകൊണ്ട് 1 ആണ് ഫസ്റ്റ് നമ്പർ. ഓക്കെ, 1നെ 1 അല്ലാണ്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആ സെയിം 1 തന്നെ ആയിരിക്കും അവിടുത്തെ റിമൈൻഡർ, അല്ലെ? 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം 0 വരും. അല്ലാണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്താലോ അവിടെ റിമൈൻഡർ ആര് തന്നെയാണ്? 1 തന്നെ. അതുകൊണ്ട് 1 ആണ് ഫസ്റ്റ് നമ്പർ. ഇനിയുള്ള നമ്പർ കാണാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേറെ ചെയ്തു പോകണ്ട. ഈ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ നമ്പർ അതിലേക്ക് കൂട്ടി പോയാൽ മതി. അപ്പൊ ഇതിനകത്തേക്ക് കൂട്ടി പോകുമ്പോൾ +10 വരുമ്പോ 11, വീണ്ടും ഒരു +10 വരുമ്പോ 21, വീണ്ടും ഒരു +10 വരുമ്പോൾ 31. ഇങ്ങനെ പോകും. 1 11 21
31 എന്ന് പറഞ്ഞു പോകും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ സീക്വൻസിന്റെ ഐഡിയ ഞാൻ നിങ്ങളെ പയ്യെ ബിൽഡ് ചെയ്ത് വരുവാണ്. നിങ്ങൾക്ക് അത് ഓക്കെ ആവുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഇതാ പിടിച്ചോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ കുറെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയാണ് അല്ലെ, കുറെ ഡോട്ട്സ് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാ, വെറുതെ നമ്മുടെ കാഴ്ച ടെസ്റ്റ് ചെയ്യാന്നുള്ളൂ. ജസ്റ്റ് ആ ഡോട്ട് എത്രയുണ്ടെന്ന് എണ്ണാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തിൽ എത്ര ഡോട്ട് ഉണ്ട്? 3. സെക്കൻഡില് 3, 5, 7. തേർഡിലോ 4, 7, 9, 10. അങ്ങനെയാണെങ്കിലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത 3 ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ ഷേപ്പ് ആണല്ലോ, ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര ഡോട്ട് വേണമെന്ന്. അപ്പൊ നമ്മളിങ്ങനെ പൊട്ട് വരച്ചിങ്ങനെ നോക്കണ്ട, അല്ലാണ്ട് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ നോക്കി, ഇവിടെ എന്താണ് ഈ പാറ്റേൺ എന്താന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 4 കൂടുന്നത്. ഇവിടെ എത്രയാ കൂടുന്നത് നോക്കി. അല്ല, ഒരു സെക്കൻഡ്, സെക്കൻഡിൽ 6 അല്ലേ ഉള്ളൂ. സോറി, ഇവിടെ 6 ഉള്ളൂ അല്ലേ? 6 ഓൺലി 6. ഓക്കെ, ഇനി കേട്ടോ. അപ്പൊ ഫസ്റ്റിൽ എത്ര കൂടിയേക്കുന്നത്? 3 കൂടിയേക്കുന്നത്. രണ്ടാമത്തേലേക്ക് വന്നപ്പോ എത്ര കൂടിയേക്കുന്നത്? 6ൽ നിന്ന് എത്ര കൂട്ടിയപ്പോഴാണ് 10 കിട്ടിയേ? 4 കൂട്ടിയപ്പോ. അപ്പൊ പിന്നെ അടുത്തതിൽ എത്രയായിരിക്കും കൂടുക? നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി, എത്രയായിരിക്കും? 5 അല്ലെ? അപ്പൊ 15 വരും. അടുത്തതിലേക്ക് വരുമ്പോ എത്ര കൂട്ടണം? 6 കൂടും. അപ്പൊ 21. അടുത്തതിലേക്ക് വരുമ്പോ 7 വരും, 28. അതാണ് ഈ പാറ്റേൺ. ഇത് ഫോളോ ചെയ്യുന്ന റൂൾ അതാണ്. ഫസ്റ്റ് നമ്പറിലേക്ക് 3, സെക്കൻഡ് നമ്പറിലേക്ക് അല്ലെ 1, രണ്ടാമത്തേലേക്ക് 3 കൂടി, മൂന്നാമത്തേലേക്ക് വന്നപ്പോ 4 കൂടി. അങ്ങനെയാണെങ്കിൽ 15, 21, 28 ഇങ്ങനെ അടുത്തടുത്ത നമ്പറുകളായിട്ട് വരും, ഇങ്ങനെ കൂടി വരും. ഓക്കെ, അപ്പോ ഇതൊക്കെ വെറും സീക്വൻസുകളാണ്. നമ്മൾ ഇനി അടുത്തതാണ് എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സിമ്പിൾ ഡിഫറൻസ് ഉള്ളൂ. നമുക്ക് അത് എന്താണെന്ന് പഠിക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം ഒരു 1-2 ക്വസ്റ്റിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് ചെയ്യാനുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1-2 കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് എന്താണ് ഈ റെഗുലർ പോളിഗൺ എന്ന വാക്ക് അറിയണം. ഓക്കെ, എന്താണ് റെഗുലർ പോളിഗൺ? റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ അതിന് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഓൾ സൈഡ്സ് ഈക്വൽ, ഓൾ ആംഗിൾസ് ഈക്വൽ. നിങ്ങൾക്ക് പരിചയമുള്ള സാധനങ്ങളാ. ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അത് മാത്രമല്ല ഓൾ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓൾ ആംഗിൾസ് ഈക്വൽ. അങ്ങനെയുള്ള പോളിഗണെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഗുലർ പോളിഗൺ. അപ്പൊ അവര് പറഞ്ഞേക്കാം, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് റെഗുലർ പോളിഗൺ നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. രണ്ടാമത്തെ റെഗുലർ പോളിഗൺ ഏതാ? 4 സൈഡുള്ള, എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ടുള്ള റെക്ടാങ്കിൾ ഒന്നും പറയരുത്. അതിന്റെ എല്ലാ ആംഗിളും ഈക്വൽ ആണെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ അല്ല, സ്ക്വയർ ആണ് അത്. സ്ക്വയർ. അടുത്ത ഏതായിരിക്കും? 5 സൈഡുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക? പെന്റഗൺ അല്ല. പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡാണ്. എല്ലാ സൈഡും ഈക്വൽ ആകുമ്പോൾ നമ്മളൊരു വാക്ക് പറയും റെഗുലർ പെന്റഗൺ. ഇങ്ങനെ വീട് പോലെ ഇരിക്കും. റെഗുലർ പെന്റഗൺ. കുറച്ച് ചെരിഞ്ഞു വരും കേട്ടോ ഈ 2 സൈഡ്, കുഴപ്പമില്ല, ജസ്റ്റ് പറഞ്ഞു. റെഗുലർ പെന്റഗൺ വരും. ഇനി അടുത്തത് അടുത്തവർ ചോദിച്ചിട്ടില്ല, എന്നാലും ഒരു വഴിക്ക് പോകണം, ഇതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടിയുണ്ട്. റെഗുലർ ഹെക്സഗൺ ഇതാണ്. 6 സൈഡ് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ ആംഗിൾസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ല. ശരിക്കും അതിനൊരു ഫോർമുല ഉണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. റെഗുലർ ഹെക്സഗൺ ടോട്ടൽ ആംഗിൾസ് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ അതിനെ എത്തുക കേട്ടോ. ടോട്ടൽ ആംഗിൾസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല? n-2 × 180 എന്നൊരു ഫോർമുല ഉണ്ട് ടോട്ടൽ ആംഗിളിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ. n എന്ന് പറഞ്ഞാൽ സൈഡിന്റെ എണ്ണമാണ്. 3 3 ഇട്ട് കൊടുക്കും, 4 4 ഇട്ട് കൊടുക്കും, 5 5 സൈഡിന്റെ എണ്ണം കൊടുക്കും. അപ്പൊ ടോട്ടൽ ആംഗിൾ കിട്ടും. എല്ലാ ആംഗിളും ഈക്വൽ ആണല്ലോ. അപ്പൊ അതിന് നമ്പർ ഓഫ് ആംഗിൾ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് ഒരു ആംഗിൾ കണ്ടുപിടിക്കുക. ഞാൻ അത്രയും ചുറ്റിക്കുന്നില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കാം, ബൈഹാർട്ട് ചെയ്തേക്കാം. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും എത്രയാണ്? 60 ആണ്. മറ്റേ ഇക്വേഷൻ വെച്ച് ചെയ്യാം കേട്ടോ. മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് n-2 × 180 എന്നല്ലേ. ഇവിടെ n എത്രയാ? 3 ആണല്ലോ അല്ലെ? 3 സൈഡ് അല്ലേ? 3 ൽ 2 കുറയ്ക്കുമ്പോൾ 1 1 × 180 180. 180 ആണ് ടോട്ടൽ ആംഗിൾ. 3 ആംഗിൾ ആണല്ലോ, 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 കിട്ടും. ഓക്കെ, അതിലേക്ക് ഞാൻ പോയില്ല എന്നുള്ളൂ. ജസ്റ്റ് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാവുന്നതാണ്, ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ സ്ക്വയറിന് വരുമ്പോൾ ഓരോ ആംഗിൾ എത്ര വെച്ച് വരും? 90 90 90. അതുപോലെ ഇവിടെയും 90 വരും. റെഗുലർ പെന്റഗന്റെ എന്തായാലും ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ എപ്പോഴും നല്ലതാണ് കേട്ടോ. റെഗുലർ പെന്റഗന്റെ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 108 ഡിഗ്രി ആയിരിക്കും, 108 ആയിരിക്കും. അത് ഞാൻ ആദ്യം പറയുന്നത് കുറച്ച് ചെരിഞ്ഞായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 90 ആണെന്നൊരു ഫീൽ വരും കേട്ടോ. ഇത് 90 അല്ല, സ്വല്പം ഇങ്ങോട്ട് ഇങ്ങനെ ചെരിഞ്ഞായിരിക്കണം. അതുപോലെ ഇത് സ്വല്പം ഇങ്ങോട്ട് ചെരിഞ്ഞായിരിക്കണം കേട്ടോ. 108
ഇതെല്ലാ ആംഗിളും 108 ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ റെഗുലർ പെന്റഗൺ. എല്ലാ ആംഗിളും ഈക്വൽ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആണ്. അതുപോലെ ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഒരു വൺ സൈഡോടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് വരുമ്പോൾ 120. ഓക്കെ, ഹിയർ ഓൾസോ 120. എല്ലാ ആംഗിളുകളും 120 ആയിരിക്കും. 120, 120, 120. ഓക്കെ, അപ്പൊ എല്ലാ ആംഗിൾസും ഇവിടെ എന്താണ് 120 ഡിഗ്രി. അപ്പൊ ഇതാണ് സ്ക്വയർ, റെഗുലർ പെന്റഗൺ, റെഗുലർ ഹെക്സഗൺ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ സീക്വൻസുകൾ എഴുതാനാണ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഇന്നർ ആംഗിളിന്റെ സീക്വൻസ് എഴുതാനാണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് n-2 × 180 ചെയ്താൽ കിട്ടും. അപ്പൊ ഈ എന്നിന് എത്ര സൈഡ് ഉണ്ടോ, അത് 3 4 5 എത്രയാണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്തിട്ട് 180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഇന്നർ ആംഗിളിന്റെ സം കിട്ടും. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഞാൻ അതിലേക്ക് പോകാണ്ട് ഡയറക്റ്റ് പറയുകയാണ്. ഇപ്പൊ ഇതിൽ നോക്കി, ഒരു ആംഗിൾ 60 അല്ലേ, 3 ആംഗിൾ അല്ലേ ഉള്ളത്. അപ്പൊ 60 × 3 എത്രയാ? 180. ഓക്കെ, 180 ഡിഗ്രിയാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഇത് ഓരോന്നും സീക്വൻസ് ആയിട്ട് എഴുതാനാണ് ഒരു ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത്. ആ ക്വസ്റ്റിൻ ഒന്ന് വായിച്ചു നോക്കി അല്ലെ, അതല്ലേ ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത്? കണ്ടോ, റെഗുലർ പോളിഗണിന്റെ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ത് ചെയ്യുക? റൈറ്റ് ദ സം ഓഫ് ഇന്നർ ആംഗിൾ, സം ഓഫ് ഔട്ടർ ആംഗിൾ ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു ഇന്നർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിൾ, ഇങ്ങനെ 4 സീക്വൻസ് എഴുതാനാണ് നമ്മളോട് ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത്. ആദ്യം നമ്മൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന ഏതാണ്? സം ഓഫ് ഇന്നർ ആംഗിൾ. അപ്പൊ ആദ്യത്തെ 180 കിട്ടി. ഇനി അടുത്തത് ആരുടെയാണ്? സ്ക്വയറിന്റെ. സ്ക്വയറിന്റെ ഒരു ആംഗിൾ 90 അല്ലേ, 90 ഇൻറ്റു അപ്പൊ എത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും? ഫുൾ സം എത്ര കിട്ടും? 90 × 4 അല്ലേ, 90 × 4 എന്ന് പറഞ്ഞാൽ 360 ആണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ n-2 × 180 വെച്ചും ചെയ്യാം കേട്ടോ. 4 - 2 × 180 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം. അതുപോലെ ഇത് 108 അല്ലോ ഒരു ആംഗിള്, ഇത് × 5 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 540 കിട്ടും. അതാണ് ഹെക്സഗന്റെ, അല്ല സോറി പെന്റഗന്റെ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 - 2 × 180 എന്ന് പറഞ്ഞാൽ 3 × 180 ആണ്, 540 തന്നെ കിട്ടും. അതുപോലെ ഹെക്സഗന്റെ വരുമ്പോൾ 720 കിട്ടും. ഇതാണ് സം ഓഫ് ഇന്നർ ആംഗിൾ. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾ, ഔട്ടർ ആംഗിൾ. അപ്പൊ അതിന് മുന്നേ എന്താണ് ഔട്ടർ ആംഗിൾ എന്നൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. എന്താ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ? ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇതാണല്ലോ ഇന്നർ ആംഗിൾ. ബാക്കി ഇപ്പുറത്തേക്ക് ഈ പുറത്തേക്ക് വന്ന ആംഗിൾ ഇല്ലേ, ഈ ലൈൻ അങ്ങ് നീട്ടി വരച്ചാൽ ഇതിനാണ് ഔട്ടർ ആംഗിൾ. ഓക്കെ, ഇപ്പൊ ഈ സൈഡ് ഞാൻ അങ്ങ് നീട്ടി വരച്ചു, ഏതെങ്കിലും സൈഡ് നീട്ടി വരച്ചു, പുറത്തേക്ക് ഈ ആംഗിൾ ആണ് ഔട്ടർ ആംഗിൾ. ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ ഈ മാർക്ക് ചെയ്യുന്ന ആംഗിളിനാണ് ഔട്ടർ. ഇതിന്റെ സം എപ്പോഴും 360 ആയിരിക്കും കേട്ടോ, എപ്പോഴും. ഇപ്പൊ 5 ഔട്ടർ ആംഗിൾ ഇതിനുണ്ടല്ലോ, ഞാൻ 3 മാർക്ക് ചെയ്തിട്ടുള്ളൂ. നാലാമത്തത് ഇവിടെ വരും, ഇവിടെ വരും നാലാമത്തെ, ഇവിടെ 5-മത്തെ ഇവിടെ വരും. ഈ ആംഗിളുകളെല്ലാം കൂട്ടി, ഔട്ടറുള്ള പുറത്തുള്ള എല്ലാ ആംഗിളും കൂട്ടിയാൽ അത് എല്ലാ ടൈപ്പിനും 360 ആയിരിക്കും. അത് ട്രയാംഗിൾ എടുത്താലും 360 ആയിരിക്കും, ഇക്വലാറ്ററൽ ട്രയാംഗിൾ എടുത്താലും 360 ആണ്, പെന്റഗൺ എടുത്താലും, സ്ക്വയർ എടുത്താലും, ഹെക്സഗൺ എടുത്താലും എല്ലാം എന്തായിരിക്കും? 360 തന്നെയായിരിക്കും, അതിന് മാറ്റമില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ തന്നെ ആലോചിക്കും. ഇപ്പൊ ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ ട്രയാംഗിൾ വെച്ച് കാണിച്ചു തരാം. ഈ ട്രയാംഗിളിന്റെ ഔട്ടർ ആംഗിൾ എടുത്ത് നോക്കിയേ, ഇത് ലീനിയർ പെയർ എന്നാ പറയുന്നത്. അപ്പുറം ഇപ്പുറം കൂടുമ്പോൾ 180 ആണല്ലോ. അപ്പൊ ഇത് എത്ര വരും? 120. എന്നാലാണല്ലോ ഒരു ഫുൾ ഹാഫ് വരുമ്പോൾ 180 ആവുള്ളൂ. അതുപോലെ ഇപ്പുറത്തേക്ക് എടുത്ത് നോക്കി, അതും 120. ഇപ്പുറത്തേക്ക് എടുത്ത് നോക്കി, അതും 120. ശരിയല്ല, എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കി 360 അല്ലേ. ഇത് ഇതിന്റെ എടുത്താലും അങ്ങനെ തന്നെ, എല്ലാം 90 ആണല്ലോ. 4 360 വരും കേട്ടോ. അപ്പൊ നിങ്ങൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇന്നർ ആംഗിളുടെ സം എല്ലാം എന്തായിരിക്കും? 360 ആയിരിക്കും. ഇനി ഇതുപോലെ അടുത്ത എഴുതാൻ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് 1 ഇന്നർ ആംഗിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് 1 ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിളിന്റെ, അല്ല സോറി, സം ഓഫ് 1 ഇന്നർ ആംഗിൾ അല്ല, 1 ഇന്നർ ആംഗിളിന്റെ സീക്വൻസ് ഓഫ് 1 ഇന്നർ ആംഗിൾ. എങ്ങനെ എഴുതാം 1 ഇന്നർ ആംഗിളിന്റെ സീക്വൻസ്? ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആണെങ്കിൽ 60 നമ്മൾ നേരത്തെ പറഞ്ഞാണ്, സ്ക്വയർ ആണെങ്കിൽ 90, റെഗുലർ പെന്റഗൺ ആണെങ്കിൽ 108, റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ 120. ഇതാണ് ഒരു ആംഗിളിന്റെ, ഒരു ഇന്നർ ആംഗിളിന്റെ സീക്വൻസ്. അതുപോലെ 1 ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിളിന്റെ സീക്വൻസ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ട്രയാംഗിളിനെ കാണിച്ചു തന്നിരുന്നു. ഔട്ടർ ആംഗിൾ എത്രയാണ്? 120 ആണ്. നമുക്ക് ഓരോന്നിന്റെ നോക്കാം. ഇതിന്റെ ഒരു ഔട്ടർ ആംഗിൾ 120 ആണ്. ഇനി ഇതിന്റെ വരുമ്പോ എത്രയായിരിക്കും? പുറത്തേക്ക് എത്രയാ വരുന്നത്? 90. അപ്പുറം ഇപ്പുറം കൂടുമ്പോൾ 180 ആണല്ലോ, 90. ഇതിന്റെ എത്ര വരും? അപ്പുറം ഇപ്പുറം കൂടുമ്പോൾ 180 ആണെങ്കിൽ ഇവിടെ എത്ര വരണം? 72. എന്നാണല്ലോ ആഡ് ചെയ്യുമ്പോൾ 108ഉം 72 കൂടുമ്പോൾ 180 ആവുള്ളൂ. അതുപോലെ ഇവിടെ എത്ര വരണം? 60. അപ്പൊ ഏതൊക്കെയാണ്? 90, 72, 60. 90, 72, 60. ഇതാണ് ഔട്ടർ ആംഗിളിന്റെ സീക്വൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സം ഓഫ് ഇന്നർ ആംഗിൾ ട്രയാംഗിളിൽ എങ്ങനെയാണ്, സ്ക്വയറിൽ എങ്ങനെയാണ്, പെന്റഗണിൽ എങ്ങനെയാണ്, അതുപോലെ ഹെക്സഗണിൽ എങ്ങനെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ സം ഓഫ് ഔട്ടർ ആംഗിൾ ഓരോന്നിലും എങ്ങനെയാണ്, 1 ഇന്നർ ആംഗിൾ ഓരോന്നിലും എങ്ങനെയാണ്, 1 ഔട്ടർ ആംഗിൾ ഓരോന്നിലും എങ്ങനെയാണെന്നുള്ളത് സീക്വൻസ് ആയിട്ട് നമ്മൾ എടുത്തെഴുതിയിരിക്കുകയാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ദ ലാസ്റ്റ് വൺ സിമ്പിൾ ആണ്, നമ്മൾ നേരത്തെ ചെയ്ത ഒരു മോഡലാണ്. ആക്ടിവിറ്റി 7.
റൈറ്റ് ദ നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1-ലോ 6-ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് ആണ്. അത് ഒറ്റ സീക്വൻസ് ആയിട്ട് എഴുതാനാണ് പറയുന്നത്, രണ്ടായിട്ടല്ല കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോളാം, ഒറ്റ സീക്വൻസ് ആയിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഒന്നായിട്ട് തന്നെ എഴുതാം. അപ്പൊ എങ്ങനെ വരും? ഫസ്റ്റത്തേല് 1-ൽ അവസാനിക്കുന്ന 1 ആണല്ലോ. പിന്നെ ഏതാ? 6 ആണ്, 6-ൽ അവസാനിക്കുന്നതും കൂടണം, 6 വരും അല്ലെ. പിന്നെ ഏത് വരും? 11, 16, 21, 26 ഇങ്ങനെ പോകും. ഇതാണ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 or 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.